നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ പാഠഭാഗമാണ് ചർച്ച ചെയ്തിരുന്നത്. മൂന്നാമത്തെ പാഠഭാഗം ഫ്രാക്ഷൻസ് ആയിരുന്നു. ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ അഥവാ ഭിന്നരൂപം, അതിന്റെ അംശം ഏത്, ഛേദം ഏത്, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ എങ്ങനെ, അതിന്റെ ഓരോ എത്ര കിലോഗ്രാം, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്, 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, നമ്മൾ എഴുതിയിരുന്നു. അതിലൊരു എക്സസൈസ് നമ്മൾ ചെയ്തു, അതിലെ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് തന്നിരുന്നു, 3rd one അല്ലേ. അത് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത പാർട്ട് തുടങ്ങുക, അടുത്ത സെക്ഷൻ തുടങ്ങുകയാണ്. എന്ത്? മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് പാർട്ട്, മലയാളത്തിലെ ഭാഗവും ഗുണനവും. ഒരു നമ്പറിന്റെ ഇത്ര ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ 2ന്റെ അരഭാഗം, 2ന്റെ അരഭാഗം എന്ന് പറഞ്ഞാൽ എത്ര, അല്ലെങ്കിൽ വേണ്ട 8ന്റെ അരഭാഗം എത്രയാ വരിക. 8ന്റെ അരഭാഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 8ന്റെ പകുതി എന്നല്ലേ ഉദ്ദേശിക്കുന്ന, അര, അല്ലെങ്കിൽ 8ന്റെ 1/4 ഭാഗം എത്ര എന്നൊക്കെ. ഭാഗം അല്ലെങ്കിൽ മടങ്ങ് ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻറ്റു ആണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്, ഭാഗവും ഗുണനവും. ഇതിന്റെ ഇത്ര ഭാഗം കാണുക എന്ന് പറഞ്ഞാൽ അവ തമ്മിൽ ഇൻറ്റു ചെയ്ത് ആൻസർ കണ്ടെത്താനേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അതിലെ ആദ്യത്തെ ചോദ്യം, അത് ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് ക്വസ്റ്റ്യൻ 1 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തോളൂ. എന്ത്? A 6 meter long string is cut into 2 equal pieces. 6 മീറ്റർ നീളമുള്ള ഒരു ചരട് അല്ലെങ്കിൽ ഒരു കമ്പിയെ 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുന്നു, അതായത് പകുതിയാക്കി മുറിക്കുന്നു എന്നല്ലേ പറയുന്നത്. അതായത് 6ന്റെ പകുതി എത്ര? അതിന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? 1/2. അതായത് 1/2 ഓഫ് 6, പകുതി, ഹാഫ് എന്നുള്ളതിനൊക്കെ ഫ്രാക്ഷൻ ഫോം എന്താ? 1/2 എന്നല്ലേ പറയാ. അപ്പൊ 6ന്റെ പകുതി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താ പറയാ? 1/2 ഓഫ് 6. അല്ലെങ്കിലോ മലയാളത്തില് 6ന്റെ 1/2 ഭാഗം, 6ന്റെ പകുതി എന്നാണ് നമ്മൾ ടേംസ് ആയിട്ട് പറയുക അല്ലെ, വേർഡ്സില്. അപ്പൊ 1/2 ഓഫ് 6 എങ്ങനെയാ നമ്മൾ കണ്ടെത്താ? പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലെ. അതായത് 6ന്റെ 1/2 ഓഫ് 6 ആണ് ഇവിടെ കണ്ടെത്തേണ്ടത് അല്ലെ. 6ന്റെ പകുതി എത്ര? അപ്പൊ ഈ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? എന്ത് ഓപ്പറേഷനാ ചെയ്യേണ്ടത്? ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അതുപോലെ ടൈംസ് വന്നാലും, നമ്മൾ തൊട്ട് മുമ്പത്തെ എക്സസൈസില് ടൈംസ് വന്നിരുന്നു. ടൈംസ് വരികയാണെങ്കിൽ മടങ്ങ് വന്നാലും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ രണ്ടിന്റെയും അർത്ഥം വ്യത്യാസമുണ്ട്. എന്ത്? 5ന്റെ 8 മടങ്ങ്, 5 × 8. 2ന്റെ 1/2 ഭാഗം എന്ന് പറഞ്ഞാൽ 1/2 × 2. ഓപ്പറേഷൻസ് ഒന്നാണെങ്കിലും അത് ഭാഗം കാണുമ്പോൾ സംഖ്യ ചെറുതാവും, മടങ്ങ് കാണുമ്പോൾ സംഖ്യ വലുതാവുകയാണ് ചെയ്യുക. അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ 1/2 ഓഫ് 6 അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും? 6ന്റെ 1/2 ഭാഗം, 6ന്റെ 1/2 ഭാഗം എന്നാണ് പറയാം. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാ? മുകളിലത്തെ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് വന്നു? മുകളിലത്തെ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 6 എന്നല്ലേ വരണേ. പിന്നെയോ ഡിനോമിനേറ്ററില്, ഛേദത്തിൽ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാനില്ല, ഗുണിക്കാനില്ല. അപ്പൊ സോ want to write 2 itself. So 6/2, that means 6 divides 2, that is equal to 3. അതായത് 6ന്റെ പകുതി നമുക്ക് ഓൾറെഡി അറിയാം 3 തന്നെയാണെന്ന്. പക്ഷേ in terms of fraction we want to write 1/2 of 6 അഥവാ 6ന്റെ 1/2 ഭാഗം എന്ന് തന്നെയാണ് എഴുതേണ്ടത്. അപ്പൊ ഉള്ളൂ അതിന്റെ ആൻസർ 3 മീറ്റർ. 6നെ പകുതി കണ്ടെത്തുക, 1/2 ഓഫ് 6 എന്ന് പറയുന്നത് എത്ര എന്നുള്ളതാണ് ഇതിന്റെ ചോദ്യം. അപ്പൊ 1 എന്ന ചോദ്യ നമ്പർ ഇട്ടോളൂ നമ്മുടെ നോട്ടിൽ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കി നോക്കൂ. 2 meter long ribbon, what about cutting? അടിയിൽ കണ്ടോ? അതിന്റെ അടിയിൽ, ആ പിക്ചറിന്റെ അടിയിൽ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് അബൌട്ട് cutting a 2 meter long ribbon into 3 equal parts? 2 മീറ്റർ നീളമുള്ള റിബൺ 3 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുകയാണെങ്കിൽ
എത്രയാണ് വരിക? അതായത് എന്താ പറയുക, 3 തുല്യ ഭാഗങ്ങളാക്കുക എന്ന് പറയുന്നത് മൊത്തമുള്ളത് എത്രയാണോ, അതായത് അതാണ് 2, അതിനെ എത്ര ഭാഗങ്ങളാക്കിയിട്ടാണോ മുറിക്കുന്നത്, 3 ഭാഗങ്ങളാക്കിയിട്ട് അതിനെ ഡയറക്റ്റ് ആയിട്ട് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. അല്ലെങ്കിലോ 1/3 ഓഫ് 2 എന്നാണ് പറയുക. എന്താണ്, ഓരോ കഷ്ണത്തിന്റെയും നീളം 1 വേർഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൊത്തമുള്ള ലെങ്ത് എത്രയാണോ അത് ന്യൂമറേറ്ററിൽ എഴുതുക, എത്ര ഭാഗങ്ങളാക്കിയിട്ടാണോ മുറിക്കുന്നത് അത് ഡിനോമിനേറ്ററിലായിട്ട് എഴുതുക. അങ്ങനെയാണ് വേണ്ടത്. ഇൻ ടേംസ് ഓഫ് ഫ്രാക്ഷൻ ഓഫ് ടൈംസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയണം, 2ന്റെ 1/3 ഭാഗം എത്ര? ഒരു പൊതുവായിട്ടുള്ള 2 മീറ്റർ നീളമുള്ള റിബണിനെ 3 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുക. അപ്പൊ 1/3 ഭാഗമാണ് 2ന്റെ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത്. അതായത് 2ന്റെ 1/3 ഭാഗം എത്ര എന്നുള്ളതാണ്. മൊത്തമുള്ള 2 മീറ്റർ റിബണിന്റെ 1/3 ഭാഗം എത്ര? അതിനെങ്ങനെ എഴുതും? 1/3 ഓഫ് 2. അതെങ്ങനെയാ കിട്ടുക നമുക്ക്? 1/3 into 2 that is equal to 2/3 തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മൊത്തമുള്ള റിബണിന്റെ നീളം ന്യൂമറേറ്റർ, എത്ര ഭാഗങ്ങളാക്കിയിട്ട് വി ഡിവൈഡ്, എത്ര ഭാഗങ്ങളായിട്ടാണ് നമ്മൾ മുറിക്കുന്നത് അല്ലെങ്കിൽ എത്ര കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിക്കുന്നത്, ആ നമ്പർ ഡിനോമിനേറ്ററിലുമാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ 2/3 പാർട്സ്, ഓരോരുത്തർക്കും കിട്ടുന്നത് 2/3 ഭാഗമാണ് എന്നുള്ളതാണ് കിട്ടുക. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ അവിടെ മാർക്ക് ചെയ്തോളൂ. അതിന്റെ ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് എന്നാലും നോട്ടിലേക്ക് എഴുതേണ്ടതാണ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, മലയാളം മീഡിയക്കാരെ ശ്രദ്ധിച്ചോളൂ. 2 മീറ്റർ നീളമുള്ള ചരട് 3 സമഭാഗങ്ങളാക്കിയാലോ, അതാണ് ചോദ്യം വരുന്നത് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 30 എടുക്കുക. നെക്സ്റ്റ് പേജില് തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കൂ. ആ 2 into 1/3, 2ന്റെ 1/3 ഭാഗം 1/3 ഓഫ് 2 is equal to 2/3 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്ത്? 5 കിലോഗ്രാമിന്റെ 1/4 ഭാഗം എത്രയാണ്? അതായത് വാട്ട് ഈസ് എ ക്വാർട്ടർ ഓഫ് 5 കിലോഗ്രാം. അപ്പൊ ഈ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല എന്താ ക്വാർട്ടർ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു ക്വാർട്ടർ എന്ന് പറയും, 1/4 എന്ന് പറയും, 1/4 എന്ന് പറയും അല്ലെ. ക്വാർട്ടർ 1/4 ഭാഗം എന്നുള്ളതിന് പറയുന്നതാണ് ക്വാർട്ടർ. അതുപോലെ 3/4 എന്നുള്ളത് നമ്മള് 3/4, 3 ക്വാർട്ടർ. 3 ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താ, 3 1/4 ചേർന്നാലാണ് 3/4 കിട്ടുന്നത്. അതാണ് ഈ 3 ക്വാർട്ടർ എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഫ്രാക്ഷൻ എന്നുള്ളതിനെ നമ്മൾ 5ാം ക്ലാസ്സിലെ ലൈക്ക് ഫ്രാക്ഷൻ, അൺലൈക്ക് ഫ്രാക്ഷൻ, അതിലെ ലൈക്കും അൺലൈക്കിന്റെ ഒക്കെ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതായത് 3 ക്വാർട്ടറുകൾ, ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താണ്, 1/4. അപ്പൊ 3 ക്വാർട്ടറുകൾ ചേർന്നാലാണ് ഇത് ലൈക്ക് ഫ്രാക്ഷൻസ് അല്ലേ, അതായത് ഒരേപോലെയുള്ള ഫ്രാക്ഷൻസ്, ഡിനോമിനേറ്റർ ഒരേപോലെ ആയിട്ടുള്ളത്. അങ്ങനെയുള്ളതിനെ എങ്ങനെയാ ആഡ് ചെയ്യുക? കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലോ. ന്യൂമറേറ്ററുകൾ അംശങ്ങൾ മാത്രം കൂട്ടുക, ഛേദം ഇതേ സംഖ്യ തന്നെ ഇടുക, അങ്ങനെയല്ലേ കൂട്ടാറ്? അങ്ങനെയാണ് 3 ക്വാർട്ടർ. ഇതിനെയാണ് നമ്മൾ പറയുന്നത് 3 ക്വാർട്ടർ. അതിന്റെ മീനിങ് പോലെ തന്നെ 3 ക്വാർട്ടറുകൾ ചേർന്നതാണ് 3/4 അഥവാ 3 ക്വാർട്ടർ എന്നുള്ള പേര് വന്നത് കേട്ടോ. അപ്പൊ ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, എന്താണ് നമ്മൾ മീൻ ചെയ്യേണ്ടത്? ക്വാർട്ടർ എന്ന് കണ്ടാൽ ഏതാ ഫ്രാക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കണം. എത്രയാണ്? 1/4 ആണ് കേട്ടോ. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ ക്വാർട്ടർ ഓഫ് 5 കിലോഗ്രാം. 5 കിലോഗ്രാമിന്റെ 1/4 ഭാഗം എത്രയാണ്? അതെങ്ങനെ എഴുതുക? 1/4 ഓഫ് 5, അല്ലെങ്കിൽ മലയാളം മീഡിയത്തില് 5ന്റെ 1/4 ഭാഗം എത്ര? 5ന്റെ 1/4 ഭാഗം അതെങ്ങനെയാ കിട്ടുക? മൾട്ടിപ്ലൈ ചെയ്യണം. 1/4 into 5. ഈസിയാണ് നമുക്ക്. എന്താണ്? ന്യൂമറേറ്ററുകൾ മൾട്ടിപ്ലൈ ചെയ്തു, അംശം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 5 കിട്ടി. ഡിനോമിനേറ്റർ ഛേദത്തിൽ വേറെ സംഖ്യ ഒന്നും ഇല്ലല്ലോ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഛേദത്തില് 4 തന്നെ ഇട്ടു. 5/4 ആണ് വരിക. ഇത് നമുക്ക് എന്താക്കി മാറ്റാം? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. കാരണം എന്താ, ഇത് എന്ത് ഫ്രാക്ഷൻ എന്ന് പറയും? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അതിനെ എന്തോ ആക്കി മാറ്റണം? മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ. അത് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ.
അതെങ്ങനെയാ ചെയ്യാ? 5 ഹരിക്കണം 4. എന്താ ചെയ്യേണ്ടത്? കോഷ്യനില് ഉള്ള സംഖ്യ നമ്മൾ ലെഫ്റ്റ് സൈഡില് ഹോൾ നമ്പർ. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹോൾ നമ്പറും പ്രോപ്പർ ഫ്രാക്ഷനും കൂടി ചേർന്നിട്ടുള്ളതാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹോൾ നമ്പറിന്റെ സ്ഥാനത്ത് ഇതാ നമ്മുടെ കോഷ്യന്റ് എഴുതണം. ഇനി സാധാരണ ഫ്രാക്ഷൻ എഴുതണതിന്റെ ന്യൂമറേറ്റർ റിമൈൻഡറും ഡിനോമിനേറ്റർ ചോദ്യത്തിലുള്ള അതേ സംഖ്യ തന്നെയാണ് എഴുതുന്നത്. ഇതാണ് ഇതിന്റെ മിക്സഡ് ഫോം. അപ്പൊ കഴിഞ്ഞ വർഷം കുറച്ച് പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ, വിഷമ ഭിന്നത്തിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റുമ്പോൾ ആദ്യം ന്യൂമറേറ്റർ ഡിവൈഡ്സ് ഡിനോമിനേറ്റർ ചെയ്തു. കോഷ്യൻ സൈഡിലുള്ളത് ഹോൾ നമ്പറിന്റെ സ്ഥാനത്തും റിമൈൻഡറിലുള്ളത് എഴുതാൻ പോകുന്ന ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്ന് പറയുന്നത് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന സംഖ്യ ഏതാണ് അത് തന്നെയാണ് ഛേദമായിട്ട് എഴുതുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് 5/4 തുല്യമായിട്ടുള്ള മിക്സഡ് ഫ്രാക്ഷൻ എന്താ? ഇതെങ്ങനെ വായിക്കുക? 1 and 1/4, 1 1/4, 1/4 എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അതാണ് അതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എക്സസൈസിലേക്ക് പോവാണ്. Like this, find the answer to each of the problem below and then write it in words and as multiplication of numbers. Words എഴുതണം, അതോടൊപ്പം തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസറും എഴുതണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, 9 ലിറ്റർ പാല് 4 കുട്ടികൾക്ക് തുല്യമായി വീതിച്ചു. ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും? എന്താ പറയണത്? 9 ലിറ്റർ പാലാണ് എൻ്റെ കയ്യിൽ ആകെ ഉള്ളത്. അതിന് എത്ര ആൾക്കാർക്കാണ് തുല്യമായിട്ട് വീതിച്ചത്? 4 കുട്ടികൾക്ക് തുല്യമായിട്ട് വീതിച്ചു. 9 ലിറ്റർ പാല് 4 കുട്ടികൾക്ക് തുല്യമായിട്ട് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര വീതമാണ് കിട്ടുന്നത്? സോ എങ്ങനെയാണ് 9 ലിറ്റർ പാല് 4 കുട്ടികൾക്ക് തുല്യമായിട്ട് വീതിക്കുമ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെ എഴുതും? ഓക്കെ, മാച്ചോട്ടെ. യെസ്, ഇതിൽ ഒന്നാമത്തെ ചോദ്യമാണ്, എക്സസൈസിലെ ഒന്നാമത്തെ ചോദ്യമാണ്. ആകെ പാലിന്റെ അളവ്, മിൽക്ക് ടോട്ടൽ എത്രയാണ്? 9 ലിറ്റർ ആണ് എന്റെ കയ്യിലുള്ള പാല്. അത് എത്ര പേർക്ക് തുല്യമായിട്ട് വീതിച്ചേ? 4 കുട്ടികൾക്ക് തുല്യമായിട്ട് വീതിച്ചു. അപ്പൊ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ മൊത്തം ഉള്ളത് 9 ആണ്. അതിന് എത്ര പേർക്ക് വീതിച്ചു? 4 പേർക്കായിട്ട് വീതിച്ചു. അപ്പൊ ശരിക്കും ഓരോരുത്തർക്ക് കിട്ടിയ പാലിന്റെ അളവ് 9/4 ആണ്. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് എങ്ങനെയാണ്? ഓരോരുത്തർക്കും 1/4 ഓഫ് 9. എത്ര പേർക്കാണ് തുല്യമായിട്ട് വീതിച്ചത്? അതിന്റെ 1/4. 4 പേർക്കാണെങ്കിൽ ഇറ്റ്സ് 1/4. 3 പേർക്ക് തുല്യമായിട്ട് വീതിച്ചതെങ്കിലോ 1/3 ഓഫ് 9. അഥവാ 8 പേർക്കാണ് തുല്യമായിട്ട് വീതിച്ചതെങ്കിൽ എങ്ങനെയത് എഴുതുക? 1/8 ഓഫ് 9. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 9/4 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ ഇൻ വേർഡ്സിൽ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ എഴുതണം. 9ന്റെ 1/4 ഭാഗം എന്നാണ് മലയാളത്തിൽ എഴുതുക കേട്ടോ. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നത് 1/4 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു അല്ലേ? ഇൻറ്റു 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 9/4. 9/4 എന്ന് പറയുന്നത് മുകളിലത്തെ സംഖ്യ വലുതായതുകൊണ്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതിനെ മിശ്ര ഭിന്നം മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അപ്പൊ 2 ടൈംസ് ആണ് 4. സബ്ട്രാക്ട് ചെയ്തപ്പോൾ അത് കിട്ടിയത് എങ്ങനെയാണ്? എന്നിട്ട് മിക്സഡ് ഫ്രാക്ഷൻ എഴുതുക. മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ എഴുതും? കോഷ്യൻ സൈഡിലുള്ളത് ഹോൾ നമ്പർ, റിമൈൻഡർ ചോദ്യത്തിലുള്ള അതേ സംഖ്യ. ഇത്രയും ലിറ്റർ പാലാണ് ഓരോരുത്തർക്ക് കിട്ടുക. നമുക്ക് മനക്കണക്കായിട്ട് ചെയ്താലും പറ്റും. അതായത് 9 ലിറ്റർ ആണ് ആകെ ഉള്ളത്. അതിന് എത്ര പേർക്കായിട്ട് തുല്യമായി വീതിക്കണം? 4 പേർക്ക് തുല്യമായിട്ട് വീതിക്കുകയാണെങ്കിൽ 1/4, 9ന്റെ 1/4 ഭാഗമാണ് കാണേണ്ടത് അല്ലെ? അല്ലാണ്ട് 4 × 9, 9നേക്കാൾ കൂടുതലായിട്ടല്ലല്ലോ വേണ്ടത്. തുല്യമായിട്ട് വീതിക്കുമ്പോ 1/4 ഓഫ് 9. So 1/4 ഓഫ് മീൻസ് multiplication into 9. So we got it 9/4. This one is an improper fraction. So we want to convert this one into mixed fraction. So we can divide 9/4
we got a quotient that we want to write along with the whole number, then its remainder along with the numerator, and the denominator, the same denominator we want to write along with the answer. So we got it 2 1/4 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഓക്കെ, അതാണ് എ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ എന്താ? 3 പേർക്കാണ് തുല്യമായി വീതിക്കുന്നത് എങ്കിലോ. ഇപ്പൊ 4 പേർക്ക് വീതിച്ചപ്പോഴാണ് നമുക്ക് 2 1/4 കിട്ടിയത്. 3 പേർക്കാണെങ്കിൽ നമ്മൾ എങ്ങനെയായിട്ട് എഴുതുക? 1/3 ഓഫ് 9 എന്നല്ലേ നമ്മൾ എഴുതുക. 9 ലിറ്റർ പാല് 3 പേർക്കാണ് തുല്യം, 4 പേർക്ക് തുല്യമായി വീതിച്ചപ്പോൾ നമ്മൾ എഴുതിയത് എന്താ? 1/4 ഓഫ് 9 എന്നാണ് എഴുതിയത്. ഇത് ഇനി 9 ലിറ്റർ പാല് 3 പേർക്ക് തുല്യമായിട്ട് വീതിക്കുമ്പോൾ 1/3 ഓഫ് 9 that is equal to 1/3 into 9 that is equal to multiply ചെയ്തു 9 into 1 9 by 3 9നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 3 ലിറ്റർ അല്ലേ? നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. 9 ലിറ്റർ പാലാണ് 3 പേർക്ക് തുല്യമായിട്ട് വീതിച്ചാൽ ഒരാൾക്ക് 3 ലിറ്റർ. 3 + 3 6 6 + 3 9 അങ്ങനെ നമുക്ക് കിട്ടുമല്ലോ. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം എന്താ? 6 കിലോഗ്രാം അരി ഒരുപോലെയുള്ള 4 സഞ്ചികളിലാക്കി. ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? മൊത്തം എന്റെ കയ്യില് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആകെ അരിയുടെ അളവ് 6 കിലോഗ്രാം ആണ്. അത് ഒരേ വലുപ്പമുള്ള ഒരേ വലുപ്പമുള്ള 4 സഞ്ചികളിലാണ് ആക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേല് എ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. എന്ത്? ആകെ അളവ് 6 കിലോഗ്രാം ആണ്. അരിയുടെ ആകെ അളവ് 6 കിലോഗ്രാം അരിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതെങ്ങനെ? 4 സഞ്ചികളിലാണ് നമ്മൾ ആക്കുന്നത് അല്ലെ? തുല്യ വലുപ്പമുള്ള 4 സഞ്ചികളിലാക്കുന്നു. അതിൽ ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം? അപ്പൊ എന്താണ് നമുക്ക് കാണേണ്ടത്? 1/4 ഓഫ് 6 അല്ലെ വരുന്നേ? 4 പേർക്ക് തുല്യമായിട്ട് വീതിക്കുന്നു, അതേപോലെ തന്നെയാണ് 4 സഞ്ചികളിലായിട്ട് മാറ്റുന്നു എന്ന് പറയുന്നു. അപ്പൊ 6ന്റെ 1/4 ഭാഗമല്ലേ കാണേണ്ടത്? അല്ലെങ്കിൽ 1/4 ഓഫ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ 1/4 ഓഫ് 6. അതെത്ര വരും? 1/4 into 6 that is equal to 6/4. നമ്മളിത് ഡിവൈഡ് ചെയ്യാൻ പോവാ. 6/4 ലോവസ്റ്റ് ഫോം ആക്കണം. ഇതിപ്പോ ഇംപ്രോപ്പർ ആയിട്ട് മുകളിലത്തെ സംഖ്യ വലുതാണെങ്കിൽ എന്തായാലും നമ്മൾ എന്താക്കി മാറ്റണം? മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റണം. 1 4 is 4 so 1 2/4 എന്നുള്ളതിലേക്ക് കിട്ടുക. ഇതിനെ തന്നെ നമുക്ക് ചെറുതാക്കാൻ പറ്റും. കാരണം എന്താ? 2ലും 4ലും പോകുന്ന സംഖ്യകളുണ്ട്. നമുക്ക് ഇതിനെ ലോവസ്റ്റ് 2/4ന്റെ ലോവസ്റ്റ് ഫോം നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാ? ഘടകങ്ങളാക്കിയിട്ടോ അല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കിട്ടുന്നത് എത്രയാണ്? 1/2 എന്നാണ് കിട്ടുക. എങ്ങനെയാ 2/4 ചെറുതാക്കുന്നത്? 2നെ ഘടകങ്ങളാക്കി 1 കിട്ടി, 4നെ ഘടകങ്ങളാക്കി ഇങ്ങനെ കിട്ടി. അപ്പൊ 2ന്റെ ഘടകം 2 തന്നെയാണ്. മറ്റതോ 2 into 2. ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ എന്തേ ഉള്ളൂ? 1/2 അല്ലേ ബാക്കിയുള്ളൂ. അതാണ് നമുക്ക് 1/2 എന്നുള്ളത് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് ലഘുരൂപമാക്കണമെങ്കിൽ മുകളിലും താഴെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അതായത് മുകളിലത്തെ നമ്പറും താഴത്തെ നമ്പറും ഏത് സംഖ്യയുടെ ഗുണന പട്ടികയിലാണോ ഉള്ളത് അതുകൊണ്ട് മുകളിലും താഴെയും ഡിവൈഡ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അല്ല ഇതുപോലെ ഘടകങ്ങളാക്കിയിട്ടാണ് ചെയ്യണത് എങ്കിലും നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 6 കിലോഗ്രാം അരി 4 ഒരേ വലുപ്പമുള്ള സഞ്ചികളിൽ ആക്കുകയാണെങ്കിൽ ഓരോ സഞ്ചിയിലുമുള്ള അരിയുടെ അളവ് എത്രയാണ് കിട്ടിയത്? 1.5 കിലോഗ്രാം അരിയാണ് നമുക്ക് കിട്ടണത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ബി. 2 സഞ്ചികളിലാണ് ആക്കുന്നത് എങ്കിലോ, അതായത് 6 കിലോഗ്രാം അരി 2 സഞ്ചികളിലാണ് ആക്കുന്നത് എങ്കിൽ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അതാ പറയുന്നത്. 6 കിലോഗ്രാം അരി തന്നെ 2 സഞ്ചികളിലാണ് ആക്കുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് വേർഡ്സിൽ എഴുതുക? ഓഫ് അല്ലെങ്കിൽ ഭാഗം എന്നുള്ള രീതിയിൽ എങ്ങനെയാ എഴുതുക? എത്ര സഞ്ചികളിലാണോ ആക്കുന്നത് അത് 1/, ആ സംഖ്യ. അതായത് എന്താ? 1/2 ഓഫ് 6. 6ന്റെ 1/2 ഭാഗം കറക്റ്റ് ആയിട്ട് തുല്യമായിട്ട് ഭാഗിക്കുക എന്നാണ് അർത്ഥം അല്ലെ? 6 കിലോഗ്രാം അരി 2 സഞ്ചികളില് തുല്യമായിട്ട് ഭാഗിക്കൂ എന്ന് പറഞ്ഞാൽ 6നെ പകുതിയാക്കുക എന്നല്ലേ അർത്ഥം. അപ്പൊ എങ്ങനെയാ വരുന്നത്? 1/2 into 6
that is equal to 6/2 അല്ലേ? മുകളിലത്തെ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്തു 6 കിട്ടി. ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല, അത് 2 തന്നെ എഴുതി. 6 ഹരിക്കണം 2 എത്രയാണ്? 3 കിലോഗ്രാം. അപ്പൊ ഒരു സഞ്ചിയിലുള്ള അരിയുടെ അളവ് എത്ര വരും? 3 kg. ഒരേപോലെയുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്, അതുകൊണ്ട് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മൂന്നാമത്തേലും എയും ബിയും ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 8 മീറ്റർ നീളമുള്ള ചരട് എന്താണ്? An 8 meter long string is cut into 3 equal parts. 8 മീറ്റർ നീളമുള്ള ഒരു ചരടിനെ 3 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുകയാണെങ്കിൽ what is the length of each piece? എങ്കിൽ ഓരോ കഷ്ണത്തിന്റെയും നീളം എത്ര? എത്ര തുല്യ ഭാഗങ്ങളാക്കുന്നത്? 3 തുല്യ ഭാഗങ്ങളാക്കുന്നത്. അപ്പൊ എങ്ങനെയാ നമ്മൾ എഴുതുക? 1/3 of 8 അല്ലെ? എത്ര തുല്യ ഭാഗങ്ങളാക്കുന്നു? അത് ഡിനോമിനേറ്ററിൽ മുകളിൽ വന്നു. അങ്ങനെയാണ് ഈ ഭാഗങ്ങളാക്കുക എന്നുള്ള രീതിയിൽ എഴുതണം. അല്ലെങ്കിലോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മൊത്തമുള്ളത് എത്രയായിരുന്നോ അത് ന്യൂമറേറ്ററിലും, എത്ര ഭാഗങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ എത്ര സഞ്ചികളിലാക്കിയിട്ട് അല്ലെങ്കിൽ എത്ര പേർക്കാണോ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അതെവിടെ എഴുതണം? ഛേദത്തിൽ, ഡിനോമിനേറ്ററിലും എഴുതുകയാണ് വേണ്ടത്. ഇങ്ങനെ വേർഡ്സിൽ എഴുതാൻ പറഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ ആ പ്രോബ്ലത്തിൽ എഴുതുകയും വേണം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 8/3 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ വേർഡ്സിൽ എഴുതാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ എഴുതണം. എന്ത്? 8ന്റെ 1/3 ഭാഗം സമം അഥവാ 1/3 of 8 എന്നുള്ളത് തന്നെ എഴുതണം. അപ്പൊ എങ്ങനെയാ വരുന്നത്? 1/3 into 8 that is equal to 8/3. 8/3 എന്നുള്ളത് എങ്ങനെ വരും? 8 divides 3 that is equal to 2/3 എന്നാണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യനിലുള്ളത് സൈഡിൽ എഴുതി, റിമൈൻഡറിൽ വരുന്ന സംഖ്യ ന്യൂമറേറ്റർ, നമ്മൾ കിട്ടിയ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എന്താണോ അത് തന്നെ താഴെ എഴുതുക. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് 5ൽ പഠിച്ച് ചിലപ്പോൾ ചിലർ മറന്നിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് ആ മറവിയൊക്കെ ഒന്ന് പൊടുതട്ടി എടുക്കണം നമ്മൾ കേട്ടോ. അതാണ് എ ക്വസ്റ്റ്യൻ മൂന്നാമത്തേല് വരുന്നത്. അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇഫ് ഇറ്റ് വേർ കട്ട് ഇൻടു 6 ഈക്വൽ പാർട്സ്. 8 മീറ്റർ നീളമുള്ള റിബൺ തന്നെ നമ്മൾ 6 തുല്യ ഭാഗങ്ങളാണ് ആക്കുന്നത് എങ്കിൽ എന്താ പറയണത്? 8 മീറ്റർ ആണ് നീളമുള്ള റിബൺ ആണ്, 6 ഈക്വൽ പീസസ് ആണ് ആക്കുന്നത് എങ്കിൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ എഴുതാം? 8/6 എന്ന് എഴുതിയിട്ട് ആൻസർ കണ്ടെത്താം. ഇവിടെ ഇപ്പൊ പ്രത്യേകമായിട്ട് നമുക്ക് വേർഡ്സിൽ എഴുതാൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മളിങ്ങനെ 1/6 of 8 എന്നുള്ളത് എഴുതേണ്ടി വരില്ല. അല്ലെങ്കിലോ മൊത്തമുള്ളത് ന്യൂമറേറ്ററിലും എത്ര ഭാഗങ്ങളാക്കി മുറിച്ചു എന്നുള്ളത് ഡിനോമിനേറ്ററിലും എഴുതിയാൽ ഡയറക്റ്റ് ആൻസർ കണ്ടാൽ മതി. ഇവിടെ എങ്ങനെ കാണണം നമുക്ക്? 1/6 of 8 അഥവാ 8ന്റെ 1/6 ഭാഗം എന്ന് പറഞ്ഞിട്ട് തന്നെ കാണും. അപ്പോഴാണ് 1/6 into 8 is equal to 8/6. ഇതും എന്ത് തരത്തിലുള്ള ഫ്രാക്ഷൻ തന്നെയാണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതിനെന്താക്കി മാറ്റണം? മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. അതിനും നമ്മൾ 8നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2/6 എന്നുള്ളത് കിട്ടും. ഇതിന് തന്നെ നമുക്ക് ഈ 2/6 എന്നുള്ളതിനെ നമുക്ക് ചെറുതാക്കാലോ. 2ന്റെ ഫാക്ടേഴ്സ് 2 തന്നെയാണ്, 6ന്റെ ഫാക്ടേഴ്സ് 3 ഉണ്ട്. അപ്പൊ എങ്ങനെയാ വരിക? 2/2 into 3 എന്ന് എഴുതി കൂടെ ഈ 2/6ന് പകരം. അപ്പൊ ഇതൊക്കെ ബാക്കി കുളത്തിലാ ചെയ്യണ്ടേ കേട്ടാ. നമുക്ക് എന്നിട്ട് ആൻസർ എന്താ കിട്ടുക? 1/3 എന്നുള്ളത് കിട്ടും. കണ്ടോ? 1/3 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യനും 5ാമത്തെ ക്വസ്റ്റ്യനും ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. എങ്ങനെയാന്നുള്ളത് ടീച്ചർ പറഞ്ഞുതരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 4ാമത്തെ ക്വസ്റ്റ്യൻ, a rectangle of area 7 square centimeter is cut into 3 equal rectangles. 7 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു ചതുരത്തിനെ
ഒരേ വലുപ്പമുള്ള 3 ചതുരങ്ങളാക്കി മാറ്റി. ഇപ്പൊ ചതുരങ്ങളായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഡിവൈഡ് ചെയ്തോട്ടെ, നമുക്ക് എന്താ മൊത്തമുള്ളത് 7 ആയിരുന്നു അല്ലെ? മൊത്തമുള്ള ചതുരത്തിന്റെ, വലിയ ചതുരത്തിന്റെ ഏരിയ 7 ആയിരുന്നു. അതിന് എത്ര ചതുരങ്ങളാക്കിയിട്ടാ മാറ്റിയത്? 3 ചെറിയ ചതുരങ്ങളാക്കിയിട്ട്, ഒരേ വലുപ്പമുള്ള 3 ചെറിയ ചതുരങ്ങളാക്കിയിട്ട് മുറിച്ചു. എങ്കിൽ ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണെന്ന ചോദ്യം. അപ്പൊ എങ്ങനെയാ നമുക്ക് പറയാ? മൊത്തമുള്ളത് 7 ആണ്. 7 എത്ര ചതുരങ്ങളാക്കിയാ മാറ്റിയേ? 3 ചതുരങ്ങൾ. 7/3. അതിന്റെ വേർഡ്സ് ആയിട്ട് എങ്ങനെ എഴുതുക? 1/3 of 7 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 7/3 എന്നാണ് കിട്ടുക. അതിന് ഇതേപോലെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് നമുക്ക് മാറ്റണം കേട്ടോ. അതുപോലെ അതിന്റെ ബി ക്വസ്റ്റ്യൻ 4 ചതുരങ്ങളായി മുറിച്ചാലോ? അതായത് സെയിം 7 ഏരിയ, 7 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഏരിയ. അതിനെ 4 ചതുരങ്ങളാക്കി മുറിച്ചാൽ അത് 3 എന്നുള്ളത് 4 ആയി. അപ്പൊ എങ്ങനെയാ? 1/4 of 7, അതായത് 7ന്റെ 1/4 ഭാഗം. അപ്പൊ 7/4 എന്ന് കിട്ടും. അതിനെയും എന്താക്കി മാറ്റണം? മിക്സഡ് അഥവാ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റണം. അതുപോലെ അഞ്ചാമത്തെയോ? 12 കുട്ടികളെ ഒരേ എണ്ണമുള്ള 4 സംഘങ്ങളാക്കി. 12 children are divided into 4 equal groups. 12 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിന് തുല്യമായിട്ടുള്ള എണ്ണമുള്ള 4 ഗ്രൂപ്പാക്കി മാറ്റി. എങ്കിൽ എത്രയായിരിക്കും ഒരു ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ഒരു സംഘത്തിലെ കുട്ടികളുടെ എണ്ണം എത്രയാ വരിക? മൊത്തമുള്ള കുട്ടികളുടെ എണ്ണം 12 എത്ര സംഘങ്ങളാക്കി? 4. 12/4. അല്ലെങ്കിൽ 1 വേർഡ്സിൽ എഴുതാണെങ്കിൽ എന്താ? 12ന്റെ 1/4 ഭാഗം. അഥവാ ഇംഗ്ലീഷിലാണെങ്കിലോ 1/4 of 12. നമ്മൾ ഇതുവരെ ചെയ്ത അതേ മോഡൽ തന്നെയാണ്. അപ്പൊ 3 എന്നുള്ളതാണ് ആൻസർ കിട്ടുക അല്ലെ? ഒരു ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ എണ്ണം 3 അല്ലേ വരണേ? അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താ? 3 സംഘങ്ങളാക്കിയാലോ എന്ന് പറയുന്നത് എന്താ? ഈ 4 സംഘമാക്കണതിന് പകരം 12 കുട്ടികളെ 3 സംഘങ്ങളാക്കിയാലോ? അപ്പൊ എങ്ങനെയാ വേർഡ്സിൽ എഴുതുക? പറയോ, എങ്ങനെയാ വേർഡ്സിൽ എഴുതുക? 1/3 of 12. വെരി നൈസ്. ഇങ്ങനെ പറയാ 12ന്റെ 1/3 ഭാഗം. അപ്പൊ എങ്ങനെയാ കിട്ടുക? 12 × 1/3. അപ്പൊ 12/3 ആണ് കിട്ടുക. 12നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 4 എന്ന് കിട്ടും അല്ലെ? ഒരു ഗ്രൂപ്പിലെ 4 കുട്ടികളാണ് ഉണ്ടാവുക. അപ്പൊ 4ഉം 5ഉം ഹോംവർക്ക് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ഒരു ചെറിയ ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, ഗുണനക്രിയകൾ അഥവാ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്നുള്ളത് നമുക്ക് ഓരോ ടോപ്പിക്കേ നമ്മൾ ഓരോ ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. 2 or 3 ക്വസ്റ്റ്യൻസേ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകണുള്ളൂ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ മുമ്പത്തെ ലെസന്റെ പോലെ തന്നെ അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ എഴുതി പഠിക്കുക. ചെയ്യാൻ എളുപ്പമാണ് ഈ ലെസണിലെ, പക്ഷെ മനസ്സിലാക്കി എടുക്കണം. എന്നാലേ നമുക്ക് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് എഴുതി പഠിക്കുക എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, താങ്ക് യു.